നമ്മുടെ കേരളത്തിലെ കൊല്ലം മുതൽ തൃശ്ശൂർ വരെയുള്ള ആൾക്കാർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരാൻ പറ്റുന്ന വണ്ടികളിൽ ഒരെണ്ണമാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസ്. ആ വണ്ടിക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ മധുരയിലേക്ക് പോകും. മധുരയിൽ നിന്നിട്ട് അടുത്ത ദിവസം നമ്മൾ രാമേശ്വരത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ പുതിയ പാമ്പം പാലം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ട് എന്തായാലും രാമേശ്വരത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, പുതിയ പാമ്പം പാലം വഴി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു യാത്രക്കായിട്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അത് ഉണ്ടാവുക. ഇന്ന് നമ്മൾ മധുരയിലേക്ക് പോവാണ്, ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് കയറിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ആലുവയിലാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മധുര വരെയാണ് നമ്മുടെ മധുര എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തത്. അതൊരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു കഥയായിരുന്നു. ഞാൻ തൃശ്ശൂരിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത് മംഗള ലക്ഷദ്വീപിനായിരുന്നു. മംഗള ലക്ഷദ്വീപ് 1.5 മണിക്കൂറിന് മേലെ ലേറ്റായിട്ടാണ് ഇവിടെ തൃശ്ശൂർ എത്തിയത്. എൻ്റെ വണ്ടി അപ്പോഴേക്കും ഡിപ്പാർട്ടായി തൃശ്ശൂരിൽ നിന്ന്. ആ ഒരു സംഭവ ബഹുലമായ കുറച്ച് കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഇപ്പം 1 മണിക്കൂർ 50 മിനിറ്റിന് മേലെ ഡിലേ അടിച്ചിട്ട് ബത്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയുള്ളൂ. ഇനി കുന്താപുരം, ഉടുപ്പി, മംഗലാപുരം ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് വേണം ഇവിടെ പയ്യന്നൂരെത്താൻ. ഉടുപ്പി മംഗലാപുരം ജംഗ്ഷനും തമ്മിൽ ആ ഒരു സ്ട്രെച്ചിൽ ഒരുപാട് ബഫർ ടൈം അധികം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മംഗലാപുരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏകദേശം ഒരു അരമണിക്കൂർ ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 2 മണിക്കൂർ ഡിലേ കുറഞ്ഞിട്ട് വെറും അരമണിക്കൂറാവും. എന്താ അല്ലേ പ്രക്രിയ. വിജയവാഡയുടെ WP4 ഇപ്പോൾ പയ്യന്നൂർ എത്തിയത് മലബാർ എക്സ്പ്രസ് ആണ്. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ്. അത് 26 മിനിറ്റ് ലേറ്റായിട്ടാണ് പയ്യന്നൂർ എത്തിയത്. പൂനെന്ന് എറണാകുളം പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് ആണ് വരുന്നത്. ഒരു WDP4D ലോക്കോയാ. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്സും അതുപോലെ എറണാകുളത്ത് നിന്ന് പൂനെയിൽ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഒക്കെ, അതായത് ഈ എല്ലാം റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി ജൂലൈ 5 തൊട്ട് ഇപ്പോൾ ഉള്ള ICF കോച്ചൊക്കെ മാറിയിട്ട് LHBയിലേക്ക് കൺവേർട്ട് ആവാൻ പോവുകയാണ്. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം പൂർണ്ണ എക്സ്പ്രസ്സിന്. പിന്നെ പൂനെയിൽ നിന്ന് എറണാകുളം വരെ വരുന്ന ജൂലൈ 5-ന് പൂർണ്ണ എക്സ്പ്രസ് LHB ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം നോർത്ത്, അതായത് പഴയ കൊച്ചുവേളിയിലേക്ക് പോകുന്ന അന്ത്യോദയാണ് ഇത്. ഇതിന് കണ്ണൂർ സ്റ്റോപ്പുള്ളൂ. ഇവിടെ പയ്യന്നൂർ സ്റ്റോപ്പൊന്നുമില്ല. പിന്നെ സിഗ്നൽ റെഡ് ആയതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടു. വട്ട്വ ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഒരു AG9 ആയിട്ട് ഇപ്പോൾ പയ്യന്നൂർ സ്കിപ്പ് അടിച്ചിട്ട് പോയത് ബാർമർ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് രാജസ്ഥാനിൽ. അവിടുന്ന് ഈ റോഡിലേക്ക് പോകുന്നൊരു സ്പെഷ്യൽ വണ്ടിയാണ്. ആ വണ്ടി ചെറിയൊരു ഡിലേ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മണിക്കൂറും 10 മിനിറ്റും മാത്രമേ ഡിലേ ഉള്ളൂ. എന്താ അല്ലേ. മെയ് 22 തൊട്ട് നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് 8 കോച്ചിൽ നിന്ന് 16 കോച്ചായിട്ട് അപ്ഗ്രേഡായിട്ട് ഓടാൻ വേണ്ടി തുടങ്ങുകയാണ്. ചെന്നൈ എഗ്മോറിൽ നിന്ന് നാഗർകോയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഉണ്ട്. അത് 16 കോച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 20 കോച്ചായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതിന് പുതിയ വന്ദേ ഭാരത് കിട്ടും. പുതിയ വന്ദേ ഭാരതിൻ്റെ റേക്ക് കിട്ടും 20 കോച്ചുള്ള. അപ്പോൾ പഴയ ആ ഒരു വന്ദേ ഭാരത് 16 കോച്ചുള്ള വന്ദേ ഭാരത് ചെന്നൈ എഗ്മോറിൽ നിന്ന് നാഗർകോയിൽ ഓടിയ ആ ഒരു 16 കോച്ചുള്ള വന്ദേ ഭാരതാണ് നമുക്ക് ഇനി ഇങ്ങോട്ട് കിട്ടുന്നത്, കേരളത്തിന് കിട്ടുന്നത്. ആ ഒരു വണ്ടിയായിരിക്കും ഇനി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരതായിട്ട് ഓടുന്നത്. 16 കോച്ചുള്ള വന്ദേ ഭാരത്. നമ്മുടെ മംഗള ലക്ഷദ്വീപ് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഡിലേ ആയിട്ട് സമയം ഇപ്പം 1:30 ആവാനായിട്ടോ.
1.5 മണിക്കൂർ ഡിലേ ആയിട്ട് പയ്യന്നൂർ എത്താൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ 1 മണിക്കൂർ 35 മിനിറ്റ് ലേറ്റാണ്. രാത്രിക്ക് എവിടെയൊക്കെയോ പിടിച്ചിട്ടു. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് തൃശ്ശൂർ ഡിപ്പാർട്ടായിട്ട് പോയി. എന്ത് ചെയ്യാനാ നോക്കണം. സത്യം പറയാൻ പെട്ടുപോയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നിട്ട് ഞാനിവിടെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് RPF ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അവർ പറഞ്ഞു, നിങ്ങൾ ഈ വണ്ടിക്ക് തന്നെ മംഗള ലക്ഷദ്വീപിന് തന്നെ കയറിക്കോ, TTയോട് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, ആലുവ എന്നിട്ട് ഇറങ്ങിക്കോ. ഈ വണ്ടി മിക്കവാറും ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്യും, എന്നിട്ട് ആലുവയിൽ നിന്ന് നിങ്ങൾ കയറിയാൽ മതി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണ്ടേ നോക്കിയേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ സ്ലീപ്പറിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, പിന്നെ വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇങ്ങനെ കീറിയിട്ടത്, ബിസ്ക്കറ്റിൻ്റെ കവറ്, പിന്നെ സിഗരറ്റിൻ്റെ കവറ്, എല്ലാവിധ സാധനങ്ങളും അടങ്ങിയൊരു പാക്കേജാണ് ഈ ഒരു മംഗള ലക്ഷദ്വീപ്. ഈ വണ്ടി ഡൽഹിയിൽ നിന്ന് വരുന്നതാണെന്നുള്ളത് നമ്മൾ ബോർഡ് നോക്കേണ്ട ആവശ്യമില്ല. അതിനുള്ളിലത്തെ ഈ കാഴ്ചകൾ നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ഞാനങ്ങനെ ആലുവ എത്തി. നമ്മുടെ വണ്ടി മംഗള ലക്ഷദ്വീപ് പുതുക്കാട് വെച്ചിട്ട് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിച്ചു കേട്ടോ. എന്തോ ഭാഗ്യം, എൻ്റെ ദൈവമേ, ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയാമോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ. സമയം ഇപ്പോൾ 8 മണിയായി. നമ്മുടെ മധുര എക്സ്പ്രസ് ഏകദേശം ഒരു 8:05 ആവുന്ന സമയത്ത് ആലുവയിലേക്ക് എത്തും. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കാം. 1-ാം നമ്പർ തന്നെ ആയിരിക്കണം. നമ്മുടെ വണ്ടി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. വൈകി ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പോയി ഇപ്പം വേറെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതിനകത്തുള്ളത്. നമ്മുടെ മധുരൈ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ മധുരൈ എക്സ്പ്രസ്സിൽ എൻ്റെ കോച്ചിൽ കയറി. എൻ്റെ കോച്ച് S1 സ്ലീപ്പറിൽ സൈഡിൽ ഓവർ 71 എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ TTR വരുന്ന സമയത്ത് കാര്യം പറയണം. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ആയതുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത് പറഞ്ഞിട്ട് നമുക്ക് സീറ്റ് മേടിക്കണം. എന്തായാലും TTR വരട്ടെ. രാവിലെ തന്നെ കുറേ ടെൻഷൻ അടിച്ചു. ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു രാമേശ്വരം ട്രിപ്പ് മൊത്തത്തിൽ കൊളാവട്ടിരുന്നു. എന്തോ ഒരു ഭാഗ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അടിച്ചു. 1.5 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റായിരുന്നു നമ്മുടെ മംഗള ലക്ഷദ്വീപ്. ഇങ്ങനെയൊക്കെ ട്രെയിൻ ലേറ്റായി കഴിഞ്ഞാൽ വേറെ കണക്ഷൻ ട്രെയിൻ പിടിച്ച് പോകുന്നവരൊക്കെ എന്ത് ചെയ്യുമല്ലേ. ഇതൊക്കെ എപ്പോഴാണ് ഒന്ന് നന്നാവും എൻ്റെ ഇന്ത്യൻ റെയിൽവേ. നമ്മളിപ്പോൾ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഡിപ്പാർട്ടായി. സമയം ഇപ്പോൾ 8:28 കേട്ടോ. രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ട് നമുക്ക് എന്തായാലും പൊളിച്ച്. ട്രിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു മഴയൊക്കെ കിട്ടി. നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഉണ്ട്. ഇനി നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരതും ഇതുപോലെ ഓറഞ്ച് കളറാവും കേട്ടോ. മെയ് 22 തൊട്ട്. അങ്ങനെ 41 മിനിറ്റ് ഡിലേ ആയിട്ട് മധുര എക്സ്പ്രസ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇഷ്ടം പോലെ സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. മിനിറ്റിന് സ്റ്റോപ്പുകളുള്ള വണ്ടിയാണ് ഈ ഒരു മധുര എക്സ്പ്രസ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് തൃപ്പൂണിത്തുറ, പിന്നെ മുളന്തുരുത്തി, പിറവൻ റോഡ്, വൈക്കൺ റോഡ്, അങ്ങനെ കണ്ട സകലമായ സ്ഥലത്തും സ്റ്റോപ്പുകളുള്ളൊരു വണ്ടിയാണ്. 48 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ തൃപ്പൂണിത്തുറ എത്തിയിട്ടോ. സമയം ഇപ്പം 9:01. തൊട്ടപ്പുറത്ത് കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ.
നെക്സ്റ്റ് സ്റ്റേഷനായ മുളന്തുരുത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 44 മിനിറ്റ് ലേറ്റായിട്ട് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ ഡിപ്പാർട്ടായി. വേണാട് എക്സ്പ്രസ് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വന്ന്. അതിപ്പോൾ ഇവിടെ എത്തും. അതിനിവിടെ സ്റ്റോപ്പൊന്നുമില്ല, ഇവിടെ സ്കിപ്പ് അടിച്ചിട്ട് പോകും. കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഇപ്പം ക്രോസ് ചെയ്തിട്ട് പോയത് തിരുവനന്തപുരത്ത് നിന്ന് കോർബയിലേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റാണ്. വിജയവാഡയുടെ ഒരു WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ ഉണ്ടായിരുന്നത്. 39,385 നമ്പർ. നമ്മൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 45 മിനിറ്റാണ് നമ്മുടെ വണ്ടിയുടെ ഡിലേ ഇപ്പോൾ ഉള്ളത്. ഇവിടെ 9:04 എത്തേണ്ട വണ്ടി 9:49 ആയപ്പോഴേ എത്തിയ. ഗൈസ്, നമുക്ക് അങ്ങനെ പിന്നെയും മഴ കിട്ടിയിരിക്കുകയാണ്. പരശുറാം എക്സ്പ്രസ് ആണ് പോകുന്നത് കേട്ടോ. മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല മഴ പിന്നെയും തുടങ്ങി. നമ്മൾ തിരുവല്ല എത്തിയിട്ട് ഡിപ്പാർട്ടായി. ഇപ്പോൾ വണ്ടി ഏകദേശം ഒരു 28 മിനിറ്റാണ് ഡിലേ ഉള്ളത്. നമ്മൾ പോകുന്ന ഈ ഒരു മധുരൈ എക്സ്പ്രസിൻ്റെ നമ്പർ 163-28 എന്നാണ്. ഡെയിലി സർവീസ് നടത്തുന്ന ഈ ഒരു വണ്ടി ഗുരുവായൂരിൽ നിന്ന് രാവിലെ 5:50 എടുത്തിട്ട് മധുരയിൽ വൈകുന്നേരം 7:10 ആവുന്ന സമയത്ത് എത്തും കേട്ടോ.
ഏകദേശം 519 കിലോമീറ്റർ സഞ്ചരിക്കാൻ 13 മണിക്കൂറും 20 മിനിറ്റുമാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. 57 സ്റ്റേഷനുകളിലാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. ആ ലെഫ്റ്റിലേക്ക് പോകുന്ന ലൈൻ നേരെ ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകുന്ന ലൈനാണ്. നമുക്കതിലൂടെ ഒരു വീഡിയോ ചെയ്യണം. ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. ഇരുപത്താറ് മിനിറ്റ് ലേറ്റായിട്ട് കായംകുളം ജംഗ്ഷനിലെത്തി നമ്മൾ. ഇപ്പോൾ 11:02 സമയം. ഇവിടേക്ക് നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി വരുന്നുണ്ട്. ഇപ്പോൾ എത്തും അത് കായംകുളം ജംഗ്ഷനിലേക്ക്. ചണ്ഡീഗഡ് വന്ന സമ്പർക്ക് ക്രാന്തി. കരുനാഗപ്പള്ളി എത്തി നമ്മൾ. ഇവിടേക്ക് നേത്രാവതിയും വരുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരേ ടൈമിലാണ് എത്തിയത്. നമ്മൾ പതുക്കെ കൊല്ലം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 22222 WP4 ഈ റോഡിൻ്റെ. അങ്ങനെ 10 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ 12 മണിക്കാണ് നമ്മുടെ വണ്ടി എത്തേണ്ട ടൈം. നമ്മൾ 11:50 ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളെ ലോക്കോ റിവേഴ്സലുണ്ട്. ഫ്രണ്ടിലെ ലോക്കോ ഇനി ബാക്കിൽ കൊണ്ടുപോയി പിടിപ്പിക്കും. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വന്ന ലോക്കോ തന്നെയാണോ ഇനി മധുരയ്ക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് മധുര വരെ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്. S1 സ്ലീപ്പറിൽ S1 2003 മാനുഫാക്ചർ ചെയ്തൊരു കോച്ചാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഉള്ളിലായാലും പുറത്തായാലും അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണ് ഈ ഒരു കോച്ച് എന്ന് പറയുന്നത്. എന്തോ പരസ്യമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കുംഭമേളയുടെ എന്ന് തോന്നുന്നു, മഹാകുംഭ് അത് തന്നെ. നമ്മുടെ ഈ ഒരു ഗുരുവായൂർ മധുര എക്സ്പ്രസിനും CBC കപ്ലിംഗ് ആണ് കേട്ടോ. കോച്ചുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്ന CBC കപ്ലിംഗ് മോഡലാണ്. നമ്മൾ സാധാരണ സ്ക്രൂ കപ്ലിംഗ് അല്ല. ഇതുപോലെ CBC കപ്ലിംഗിലെ വണ്ടിയാണ് നമ്മുടെ പാലരുവി എക്സ്പ്രസ് പാലക്കാട് തൂത്തുക്കുടിക്ക് വന്നത്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു ഗുരുവായൂർ മധുര എക്സ്പ്രസ് മുമ്പ് പാസഞ്ചറായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആ ഒരു പാസഞ്ചർ കൺവേർഷനാണ് ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. പാസഞ്ചർ മാറ്റി എക്സ്പ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. പാസഞ്ചറിൻ്റെ സ്റ്റോപ്പുകൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ അവസ്ഥ. ഈ വണ്ടി പാസഞ്ചറുള്ള എക്സ്പ്രസ് ആയിട്ട് കൺവേർട്ട് ആയ പിന്നെ ഈ വണ്ടിക്ക് 2 സ്ലീപ്പർ കോച്ചുകൾ കിട്ടിയിട്ടുണ്ട്. S1 S2 2 സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ കേട്ടോ. അതുപോലെ ഒരു 3rd AC കൂടി ഉണ്ട്. ഒരു B1 കോച്ചും കൂടി ഉണ്ട്. ഈ ഒരു 3rd ACയും 2 സ്ലീപ്പറും അടുത്തടുത്ത് വരുന്ന കോച്ചുകളാണ്. ബാക്കി മൊത്തമുള്ള കോച്ചുകളും ജനറൽ ക്ലാസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ 3rd AC കോച്ച് കേട്ടോ, B1. ഇതും 2006 നിർമ്മിച്ചൊരു കോച്ചാണേ. കൊല്ലത്ത് നിന്നും മധുര വരെ ഇനി നമ്മളെ കൊണ്ടുപോകുന്നത് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 ആണ്. 222/58 നമ്പർ. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷന്ന് ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഡിപ്പാർട്ടായിട്ട് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോവുകയാണേ നേരെ പുനലൂർ ഭാഗത്തേക്ക്. നമ്മുടെ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പായ കിളിക്കൊല്ലൂരിലെത്തി. ഇവിടെ നിന്ന് ഇപ്പം ഡിപ്പാർട്ടാവും കേട്ടോ. ഡിപ്പാർട്ടായി.
സ്റ്റേഷനാണ്. കിളിക്കല്ലൂർ നേരെ ഏകദേശം 1-2 കിലോമീറ്റർ, അത്ര ഡിഫറൻസ് മാത്രമേ ഈ 2 സ്റ്റേഷൻസ് തമ്മിലുള്ളൂ. ഇവിടെ കയറാനൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല. എന്തിനാണ് ഈ സ്റ്റോപ്പ് എന്ന് മനസ്സിലാവുന്നില്ല. എക്സ്പ്രസ് ആക്കിയിട്ടും ഈ സ്റ്റോപ്പ് ഒന്ന് എടുത്ത് കളയാതെ ഇവരെന്താണ് ഈ കാണിക്കുന്നതല്ലേ. കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ. 12:33 എത്തേണ്ട വണ്ടി 12:38 എത്തിയത്. ഏകദേശം ഒരു അത്രേ ഉള്ളൂ, ഒരു 5 മിനിറ്റിൻ്റെ ഡിലേ മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി എടുക്കുകയും ചെയ്തു. ഇവിടുന്ന് ആരും ഇല്ല അധികം കയറാൻ വേണ്ടിയിട്ട്. ഉള്ളവരൊക്കെ ജനറൽ ക്ലാസ്സിന് കയറുന്ന ആൾക്കാരാണ്. സ്ലീപ്പറിന് റിസർവേഷൻ കോച്ചിൽ കയറുന്ന ആൾക്കാരൊക്കെ കുറവാണ്. നമ്മൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു 5 മിനിറ്റ് ഡിലേ ആയിട്ട് ഇവിടെ എത്തി കേട്ടോ. ഇപ്പോൾ 12:54 സമയം. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ ഡിപ്പാർട്ടായി. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്റ്റേഷനാണിത്. നമ്മൾ 3 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് ഇവിടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം 1:18. ഇവിടെ നിന്ന് നമുക്ക് ബാങ്കർ അറ്റാച്ച് ചെയ്യും കേട്ടോ. ഇവിടെ ഒരു WDP 4D ലോക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതും ബാങ്കറായിട്ട് യൂസ് ചെയ്യുന്ന ലോക്ക് തന്നെയാണ്. ഈ ഒരു റൂട്ടിൽ ഇലക്ട്രിക് ഓടുന്നുണ്ടെങ്കിലും ബാങ്കറായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഡീസൽ ലോക്കുകൾ തന്നെ കേട്ടോ. അങ്ങനെ ബാങ്കറൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു. എടമൺ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയേ. ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഒരു 6-7 മിനിറ്റ് എടമൺ പോസ്റ്റ് അടിച്ച ശേഷം ഇവിടുന്ന് ഇപ്പോൾ ഡിപ്പാർട്ടായി വണ്ടി. മിനിറ്റ് ഡിലേ ആയിട്ട് ഒറ്റക്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഡിപ്പാർട്ടായി.
തെന്മല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതൊക്കെ നല്ല കിട്ടില്ലൻ റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര സീനിക് ബ്യൂട്ടിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതാണ് ഈ തെന്മല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ കിടിലൻ സീനിക് റൂട്ടുകളിൽ ഒരെണ്ണമാണ് ഈ ഒരു കൊല്ലം ചെങ്കോട്ട റൂട്ട് കേട്ടോ. പിന്നെ നമ്മുടെ നിലമ്പൂർ റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കളഞ്ഞു. ഇവിടെയും ഈ ഒരു റൂട്ടും ഇലക്ട്രിഫൈഡ് ആണ്. പക്ഷേ എന്നാലും നമ്മുടെ നിലമ്പൂർ റൂട്ട് വൃത്തികേടാക്കി അത്ര വൃത്തികേട് ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ 13 കണ്ണറപ്പാലം ക്രോസ് ചെയ്തിട്ട് വന്നു. പൊളിച്ച് അടിപൊളി. ഫസ്റ്റ് ടൈമാണ് ഞാൻ പകൽ വെളിച്ചത്തിൽ ഈ ഒരു 13 കണ്ണറപ്പാലത്തിലൂടെ വരുന്നത് കേട്ടോ. അടിപൊളി, സൂപ്പർ. ഇത് പിന്നെ തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 തുരങ്കം വരും. ആ 3ാമത്തെ തുരങ്കം കഴിഞ്ഞ പാട് ഈ ഒരു 13 കണ്ണറപ്പാലത്തിലേക്കാണ് കയറുന്നത് കേട്ടോ. നമ്മൾ കഴുത്തുരുത്തി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് ആയിട്ടുള്ള സ്റ്റേഷൻ ആണല്ലോ ഇതൊക്കെ. നിങ്ങൾ കണ്ടോ? നമ്മൾ ന്യൂ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയിട്ടപ്പോൾ ന്യൂ ആര്യങ്കാവ് നിന്ന് വണ്ടി എടുത്തു. ഞാൻ നമ്മുടെ നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. കപ്പ TV പണ്ട് മ്യൂസിക് മോജോ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നല്ല കിടിലം പാട്ടായത്. നേഹ നായർ എന്ന് പറഞ്ഞൊരു അവർ പാടുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. നമ്മൾ ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളമൊക്കെ വിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നല്ല കിടിലം മലനിരകൾ കണ്ടോ നിങ്ങൾ? ഈ ഭഗവതിപുരം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ. പൊതുവെ അത്രേ ഉള്ളൂ അല്ലേ? ഭഗവതിപുരം ഒരു രക്ഷയില്ലാത്ത സ്ഥലാട്ടോ. ചുറ്റും മലനിരകള്. എന്റെ പൊന്നെ അടിപൊളി. നമുക്കൊരു ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഒരു WP7 ആയിട്ട് ഏതൊരു വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഭഗവതിപുരം എത്തിയ വണ്ടി നമ്മൾ പോകുന്ന വണ്ടിയുടെ പെയറിംഗ് ട്രെയിനാണ് കേട്ടോ. അതായത് മധുരയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന വണ്ടി. അങ്ങനെ ഗുരുവായൂർ മധുരൈ ഗുരുവായൂരും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു അസുലഭ മുഹൂർത്തമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗോൾഡൻ റോക്കിൻ്റെ ഒരു WDP4D ആണ് അതിൻ്റെയും ബാങ്കറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സെങ്കോട്ടൈ അല്ലെങ്കിൽ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതോ വണ്ടിയുടെ റേക്ക് ഉണ്ടല്ലോ. മറ്റേ പോത്തിഗൈ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണേ.
ചെന്നൈ എഗ്മോറിന്ന് ചെങ്കോട്ടയ്ക്ക് വരുന്ന വണ്ടി പോത്തിഗൈ സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ഡിലേ ഒന്നും ഇല്ലാതെ 3:40 കറക്റ്റായിട്ട് ഇവിടെ ചെങ്കോട്ടയിൽ എത്തിയിട്ടാണ്. അപ്പോൾ കിടക്കുന്ന വണ്ടി ചെങ്കോട്ടയിൽ നിന്ന് താമ്പരത്തേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ്. അത് ഇവിടുന്ന് 4:30 എടുക്കുന്ന വണ്ടിയാണ്. അതിനൊരു ഡീസൽ ലോക്കോയാണ് വലിക്കുന്നത്, ഒരു WDP 4D ലോക്കോ. അങ്ങനെ പുനലൂർന്ന് നമ്മുടെ ട്രെയിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാങ്കറൊക്കെ ഊരി മാറ്റിയിട്ട് ചെങ്കോട്ടയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ചെങ്കോട്ട എത്തുന്നതിന് മുന്നേ ഉറക്കം വന്നിട്ട് ഇവിടെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചായ മേടിച്ചു. എൻ്റെ പൊന്നെ, ഒരു 10 പൈസക്ക് കൊള്ളൂലായിരുന്നു ആ ചായ. എന്നിട്ട് ഇവിടെ ചെങ്കോട്ടയിൽ എത്തിയ പിന്നെ ഇവിടുന്ന് സ്റ്റേഷനിൽ ഒരു ചായ മേടിച്ചു. അത് അത്യാവശ്യം നല്ലൊരു ചായ ആയിരുന്നു. ചായയും പഴംപൊരിയും മേടിച്ചു. പഴംപൊരി കൊള്ളൂലായിരുന്നു, ചായ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ തെങ്കാശി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ആ പാലം കണ്ടോ, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ തെങ്കാശി ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് 2 ലൈൻ തിരിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഒന്ന് വിരുദനഗറിലേക്ക് പോകുന്ന ലൈനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ ശിവകാശി വഴി പോകുന്ന ലൈൻ, അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശിവകാശി വഴി വിരുദനഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ റൈറ്റിലേക്ക് പോകുന്നത് പിന്നെ അമ്പസമുദ്രം, പിന്നെ ഇവിടെ ചേരൻ മഹാദേവി, ആ ഒരു റൂട്ട് വഴി തിരുനെൽവേലിക്ക് പോകുന്ന ഒരു ലൈനും കൂടി ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഒക്കെ പോകുന്നത് കേട്ടോ. തൂത്തുക്കുടിയിലേക്ക് വന്ന പാലരുവി നേരെ തിരുനെൽവേലിക്ക് പോകുന്നത് ഇവിടുന്ന് തെങ്കാശിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ്. ആ റൈറ്റിലൂടെ പോകുന്ന ലൈൻ ഉണ്ടോ, ആ ലൈൻ വഴിയാണ് പാലരുവി എക്സ്പ്രസ് നേരെ തിരുനെൽവേലിക്ക് പോകുന്നത് കേട്ടോ, ഇവിടുന്ന് തെങ്കാശിയിൽ നിന്ന്. കടയനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ എത്തി. ഈ ഒരു ഭാഗത്തെ പ്രധാന സ്റ്റേഷനാണെന്ന് തോന്നിട്ട്. ഇത് ഒരുപാട് ആൾക്കാരുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കൂടുതലും ജനറലിന് കയറാൻ വേണ്ടിയിട്ടായിരിക്കും. റിസർവേഷൻ കോച്ചിൽ കയറാനൊക്കെ ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും. ഉണ്ടോ, ഈ ഒരു റിസർവേഷൻ കോച്ച് വരുന്നവിടെ തിരക്ക് കുറവാണ്. പാമ്പകോവിൽ സന്തൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിലൊക്കെ കണ്ടോ, നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമില്ലേ. ആ ഒരു പഴമ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റേഷൻസാണ് ഇതൊക്കെ. പാമ്പകോവിൽ സന്തൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ശിവൻ്റെയും ഗണപതിയുടെ ഒക്കെ അമ്പലമുണ്ട്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളുടെ പേരിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ അറിയപ്പെടുന്നത്. ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനെത്തി. ഇതും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേഷനും അറിയപ്പെടുന്നത്, ശങ്കരൻ കോവിൽ. നമ്മൾ ശിവകാശി എത്തിയിട്ട് ഡിപ്പാർട്ടായി. ശിവകാശി ഇവിടെ 5:30 എത്തേണ്ടത്, നമ്മൾ 5:45 എത്തുന്ന സമയത്ത്. പടക്ക നിർമ്മാണം ഏറ്റവും കൂടുതലുള്ള സ്ഥലമല്ലേ ഈ ശിവകാശി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ കൂടുതലും വരുന്നത് ഈ ശിവകാശി എന്നല്ലേ. തിരുത്തങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഡിപ്പാർട്ടായി നമ്മൾ.
നമ്മളങ്ങനെ 2 മിനിറ്റ് ലേറ്റായിട്ട് വിരുദ്നഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഇപ്പോൾ സമയം 6:07 6:03 ഇവിടെ എത്തേണ്ടതാണ്. 2 അല്ല, ഒരു 3-4 മിനിറ്റിൻ്റെ ലേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിരുദ്നഗരം കല്ലിക്കുടി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുമംഗലെത്തി. ഇവിടുന്ന് ഡിപ്പാർട്ടായി. സമയം ഇപ്പം 6:40 ആയിട്ടാ. ഏകദേശം ഇരുട്ടി തുടങ്ങി. നമ്മൾ മധുരയിലെത്തുന്ന സമയത്ത് എന്തായാലും രാത്രിയാവും, ഇരുട്ടാവും. നമ്മുടെ വണ്ടി തിരുപ്പറക്കുണ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ എത്തി. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ വരുന്നത് മധുരയിലാണ്. നേരെ മധുരയിലേക്ക് കയറും. ഈ ഒരു തിരുപ്പറക്കുണ്ട്രം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് തന്നെ വലിയൊരു പാറയുണ്ട്. കണ്ടോ, ആ കാണുന്നത് പാറയാണ് കേട്ടോ, പാറ. അങ്ങനെ 2 മിനിറ്റ് ഡിലേ ആയിട്ട് 7:12 ആവുന്ന സമയത്ത് നമ്മൾ മധുരൈ ജംഗ്ഷനിൽ എത്തിയിട്ടോ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളെ വണ്ടി കയറ്റിയത്. നമ്മളങ്ങനെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങിയിട്ട് ഒരു റൂം എടുക്കണം. റൂം എടുത്തിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം രാമേശ്വരത്തേക്ക് പോവാണ്. അതിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മധുരൈ ട്രിപ്പ് ഭയങ്കര ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഈ ട്രിപ്പ് സത്യം പറഞ്ഞാൽ ക്യാൻസൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ വണ്ടി ഇന്ന് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം മംഗള ലക്ഷദ്വീപ് 1 മണിക്കൂർ 45 മിനിറ്റിൻ്റെ അടുത്ത് ഡിലേ ആയിട്ടാണ് തൃശ്ശൂർ എത്തിയത്. തൃശ്ശൂർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വണ്ടി തൃശ്ശൂരിൽ നിന്ന് ഡിപ്പാർട്ടായത്, ഈ മധുരൈ എക്സ്പ്രസ്. അതുകൊണ്ട് എന്തായാലും ഇനി വണ്ടി കിട്ടൂല. നമ്മൾ മംഗള ലക്ഷദ്വീപ് ഉരുട്ടി എറണാകുളം എത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എറണാകുളം വരെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചാണ്. എന്തോ ഭാഗ്യത്തിന് തൃശ്ശൂർ കഴിഞ്ഞ് പുതുക്കാട് എങ്ങാനും എത്തിയ സമയത്ത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് ഈ ഒരു മധുരൈ എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിച്ച് കയറി. എന്നിട്ട് നേരെ ആലുവയിൽ ഇറങ്ങി ഞാൻ. എന്നിട്ട് ആലുവയിൽ നിന്നാണ് ഈ വണ്ടിക്ക് കയറിയത്. TTRനോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്തായാലും ഒന്നും പറഞ്ഞില്ല. RICക്ക് കൊടുക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു അയാൾ, TTR. വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനത്തെ അവസ്ഥയായിപ്പോയില്ലേ, എന്ത് ചെയ്യാനല്ലേ. വല്ലാത്തൊരു ദിവസമായിപ്പോയി ഇന്ന്. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് ക്യാൻസലായി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇനി ഈ ട്രിപ്പ് എന്തായാലും പഴയ പോലെ തന്നെ നടക്കും, ഉഷാറായിട്ട് തന്നെ നടക്കും. അപ്പോൾ രാമേശ്വരത്തിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.